ഞാൻ ഇന്നലെ ആലപ്പുഴയിലും പറഞ്ഞു, ഉചിതമായ നടപടി അതിൻ്റേതായ സമയത്തെടുക്കും. ഞങ്ങളുടെ പാർട്ടി, കോൺഗ്രസ് പാർട്ടി, മാതൃകാപരമായിട്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം, സംസ്ഥാന പ്രസിഡന്റ്, തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്, രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അസംബ്ലി ചേരുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസ് MLA അല്ല അദ്ദേഹം എന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. അദ്ദേഹത്തെ കോൺഗ്രസ് MLA-മാരുടെ സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റിയിരുത്തി, മാറ്റിയിരുത്തി. അദ്ദേഹം ഭരണകക്ഷിയിലുമല്ല പ്രതിപക്ഷത്തുമല്ല, അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത്. അദ്ദേഹത്തിന് നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെതായ യാതൊരു സംരക്ഷണം ഉണ്ടായില്ല. അദ്ദേഹത്തിനെതിരെ ഒരു പരാതി എനിക്ക് കിട്ടിയപ്പോൾ, എനിക്ക് കിട്ടിയ മിനിറ്റുകൾക്കകം ഞാനത് DGPക്ക് ഫോർവേഡ് ചെയ്തു. അതിൽ നടപടിയെടുക്കാൻ DGPയോട് ആവശ്യപ്പെട്ടു. പരാതിക്കാരിയോട് അതിൻ്റെ മറുപടിയും കൊടുത്തു. സംഘടനാപരമായി ഇത്രയും നടപടികൾ സ്വീകരിച്ച് നിൽക്കുകയാണ്. മറ്റ് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ, അതിനേക്കാൾ കടുത്ത നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. ഞാൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചും കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടും കൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ ആ കാര്യത്തിൽ പാർട്ടിയുടെ എൻ്റെ ഉത്തരവാദിത്വം തക്ക സമയത്ത് നിർവഹിച്ച് ആവശ്യമായ നടപടികൾ. തെളിവുകളെ സംബന്ധിച്ച് പറയാൻ അല്ലല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ താങ്കളോട്. ജയിലിൽ കിടക്കുന്ന കളവ് കേസിലെ പ്രതികളെ CPM പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാർട്ടിയാണ്, പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. ഗോവിന്ദമാഷ് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോകുന്നു. അദ്ദേഹത്തോട് യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോട് നിങ്ങൾ എന്തായി പത്മകുമാറിൻ്റെ കാര്യം ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു. ആ കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. ഗോവിന്ദമാഷ് പറഞ്ഞത് വേറെ പാർട്ടിയാണ്, വേറെ പാർട്ടിയാന്ന് പറഞ്ഞു. ഞങ്ങളതല്ല, ഞങ്ങൾ CPM-ൽ നിന്ന് വേറെ പാർട്ടിയാണ്. ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനാ പദവി രാജിവെപ്പിച്ചു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ലല്ലോ. ഒരു പാർട്ടി പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ലോ. പാർലമെന്ററി പാർട്ടി സസ്പെൻഡ് ചെയ്തു, അത് സ്പീക്കറെ അറിയിച്ചു. ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കുക ഞാൻ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം ഈ മറുപടിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കാലം അത്രയും പുതിയ പരാതികൾ വന്നു. KPCC നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നു. പ്രസിഡന്റ് പറയുന്നത് നടപടി എടുക്കണമെങ്കിൽ ദേശീയ നേതൃത്വമായിട്ട് കൂടി ആലോചിക്കണം. KC വേണുഗോപാൽ തന്നെ പറഞ്ഞത് സംസ്ഥാനത്ത് നടപടി എടുക്കാമെന്നാണ് പറഞ്ഞത്. ഇനിയും വൈകുന്നത് എന്തുകൊണ്ടാണ്? മറ്റൊന്ന് കോൺഗ്രസിനുള്ളിൽ രാഹുലിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ. അത് ഒരു കാര്യം KPCCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് നടപടി എടുക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും എടുക്കുന്നത്. എല്ലാ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യും. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് ഏതോ ഒരു സ്ഥലത്തെ മാധ്യമ സമ്മേളനത്തിൽ, തൃശ്ശൂരിലാണെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന 25-ൽ പരം നേതാക്കന്മാരുമായി ഞാനും പ്രതിപക്ഷ നേതാവും ടെലഫോണിലൂടെ ആശയവിനിമയം നടത്തിയിട്ടാണ്. 25 കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുതിർന്ന മുൻ KPCC പ്രസിഡന്റ്മാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വർക്കിംഗ് പ്രസിഡന്റ്മാർ, ഇവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ 25-ൽ കുറയാത്ത ആളുകൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ തീരുമാനമെടുത്തത്. ഞാൻ മാധ്യമങ്ങളുടെ വാർത്തയ്ക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയില്ല. മുതിർന്ന നേതാക്കന്മാരുമായും AICC-യുമായും ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കും. രാഷ്ട്രീയത്തിൽ കമ്പാരിസണുണ്ട്. കമ്പാരിസൺ രാഷ്ട്രീയത്തിൽ എത്ര അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ മാധ്യമ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഒരു MLA ആയ വ്യക്തിയെ പാർട്ടി പോസ്റ്റിൽ നിന്ന് പുറത്താക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും, ആ സസ്പെൻഷൻ നടപടികളൊന്നും പിൻവലിക്കാതിരിക്കുകയും അദ്ദേഹത്തെ ഒരു പാർട്ടി പരിപാടിയിൽ ഔദ്യോഗിക സഹകരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ, കളവ് കേസിൽ ശബരിമലയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ഗൂഢാലോചനയിലും പങ്കാളിത്തത്തിലും പ്രതിയായ ആളുകൾ ജയിലിൽ കിടക്കുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ഞങ്ങളെയും ജനങ്ങൾ ശരിക്ക് തിരിച്ചറിയുക തന്നെ ചെയ്യും. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അത് മാധ്യമങ്ങളോട് ഇപ്പൊ പറയാനായിട്ടില്ല.
രാഹുലിനെതിരെ 4 വർഷം മുന്നേ തന്നെ ഇത്തരം പരാതികൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ സിനിമാ നടി റിനി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തിട്ടുണ്ട്, മുതിർന്ന നേതാക്കൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ മറുപടി പറഞ്ഞതാണ്. എൻ്റെ മുൻപിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, പോലീസിൻ്റെ മുൻപിലും മുഖ്യമന്ത്രിയുടെ മുമ്പിലും പരാതി വന്നത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. എൻ്റെ മുമ്പിൽ പരാതി പ്രത്യേക കേസായിട്ട് എൻ്റെ മുമ്പിൽ ആളില്ലാ പരാതി, സ്ഥലമില്ലാ പരാതി എൻ്റെ മുമ്പിൽ വന്നത് നിങ്ങൾക്കറിയാം, മിനിഞ്ഞാന്നാണ്. അപ്പോൾ തന്നെ ഞാനത് DGPക്ക് ഫോർവേഡ് ചെയ്തു. ബാക്കി സംഘടനാ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യും. അതിന് തിരക്കില്ല കേട്ടോ, അതിന് തിരക്കില്ല. അതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. സംഘടനയുടെ ഇന്നർ കാര്യങ്ങൾ മാധ്യമങ്ങളോട് ഇപ്പോൾ പറയേണ്ടതില്ല. തീരുമാനം വന്നാൽ നിങ്ങളെ അറിയിക്കും. നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഞാൻ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുന്നു പറഞ്ഞു. അതെ, കോടതി വിധി വന്നാലും നമുക്ക് സമയമുണ്ടല്ലോ, വരുന്നതിന് മുമ്പ് സമയമുണ്ടല്ലോ. അതിനെ ഞാൻ പറഞ്ഞേ, ഐ വിൽ യൂസ് ദി ആപ്പ് ടൈം ഫോർ ദി ആപ്പ് ഡിസിഷൻ. കൃത്യമായ ചോദ്യമാണ്. ഒരു കളവ് കേസ്, ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വിശ്വാസം സംരക്ഷിക്കാൻ കാവലേർപ്പെടുത്തിയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കാവലാൽ തന്നെ കള്ളനാകുന്നു. അദ്ദേഹം സ്വന്തം കൈപ്പട കൊണ്ട് പച്ചമഷിയിൽ മിനിസ്റ്റർ എഴുതിയിട്ട് അവിടെ നിന്ന് ദ്വാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ തെറ്റായ തീരുമാനമെടുക്കുന്നു. അദ്ദേഹത്തെ പോലീസ് SIT അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നു. അദ്ദേഹത്തെ കോടതി റിമാൻഡ് ചെയ്യുന്നു. അതൊരു സീരിയസ് കേസ് അല്ലെന്ന് ആരെങ്കിലും കണ്ടെത്തിയാൽ അതൊരു വളരെ ഗൗരവമുള്ള കേസാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ ഗൗരവത്തിൽ കാണുന്ന കേസാണ്. വിശ്വാസ സമൂഹത്തെ അലട്ടുന്ന വലിയ പ്രശ്നം തന്നെയാണ്. അതിന് പാർട്ടി അവരെ സംരക്ഷിക്കുകയാണ്. വേറാസ് അതേസമയത്ത് ഞങ്ങളുടെ പാർട്ടി രാഷ്ട്രീയം വന്നപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഈ പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ പരാതി വന്നു. ഷഹനാസ് നേരത്തെ രാഹുൽ മാങ്കൂട്ടം മോശമായി മെസ്സേജ് അയച്ചിരുന്നു ഷാഫി പറമ്പിലിനോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എനിക്ക് പരാതി വന്നിട്ടില്ല. എനിക്ക് പരാതി വന്നപ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ എനിക്ക് വന്ന പരാതി ഒരു സെക്കൻഡ് എനിക്ക് ഒറ്റ വാക്കിൽ തന്നെ അതിന് കാര്യം മനസ്സിലാവും. എനിക്ക് വന്ന പരാതി അപ്പം തന്നെ ഞാൻ DGPക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വന്ന പരാതി അപ്പം തന്നെ DGP ഏതെങ്കിലും പരാതി കോൺഗ്രസിലെ ആരെക്കുറിച്ചും ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ എനിക്ക് കിട്ടിയാൽ അപ്പം തന്നെ ഞാൻ പഠിച്ചിട്ടുള്ള നിയമവും അല്ലെങ്കിൽ കൂടുതൽ നിയമവിദഗ്ധരെ അഗസ്ത്യപ്പോലുള്ള ആൾക്കാരായിട്ട് ആലോചിച്ചിട്ട് നിയമ നടപടി സ്വീകരിക്കും. മറ്റ് സംശയമൊന്നുമില്ല. KPCC ഏറ്റവും മാതൃകാപരമായ നടപടിയെടുത്തു. ആരോപണം ഉയർന്നപ്പോൾ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു, സസ്പെൻഡ് ചെയ്തതൊക്കെ നടന്നു. പക്ഷെ അത് ദിവസങ്ങൾക്ക് മുമ്പാണ്, ഒരു 1.5 മാസത്തോളം മുമ്പാണ്. അതിനുശേഷം നിരവധി സംഭവങ്ങളുണ്ടായി, പുതിയ പരാതികളുണ്ടായി, സംഘടനയ്ക്കകത്ത് നിന്ന് തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. എന്നിട്ടും അതേ നിലപാട് സ്വീകരിക്കുന്നു. മാത്രമല്ല ഈ അതിനാണ് ഞാൻ പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞ മറുപടി ഒന്നും കൂടെ ആവർത്തിക്കാം. നിങ്ങളെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ അല്ലല്ല, ഇത് തന്നെ നിങ്ങൾ ഈ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ടാ. ഇത് ചോദ്യം കുറെ കേട്ടതുകൊണ്ടാണ് ഞാൻ പറയാം. ഉറങ്ങുന്ന ആളുകളെ വിളിച്ചാൽ ഉണർത്താം. ഉറക്കം അടിക്കുന്നവരെ കുലുക്കി വിളിച്ചാലും വെള്ളം കോരി ഒഴിച്ചാലും ഉറക്കം അടിച്ചു കിടക്കുന്ന ആളുകൾ ഉണർത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ഐ ആം നോട്ട് ഇൻ എ ഹറി അറ്റ് ഓൾ. എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങളോട് പറഞ്ഞോ? അതെ, എന്നോട് നടപടി എടുക്കാനല്ലേ പറഞ്ഞേ. അതിന്റെ സമയത്തെടുക്കുന്ന സമയമൊന്നും പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഉചിതമായ തരത്തിൽ ആലോചിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങളാരും നിങ്ങളുടെ ആരുടെയും സമയമായിട്ടില്ല. അതിനേക്കാൾ ഗൗരവം നിങ്ങൾ പറയുന്നതിനേക്കാൾ ഗൗരവം എടുക്കുന്നുണ്ട്. കാരണം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ. ഗോവിന്ദ മാഷല്ല എന്റെ മാതൃക. ഈ കാര്യത്തില് തലയിലല്ല. നിങ്ങളേത് പത്രത്തിന്റെ ആളാ? നിങ്ങളേത് കൈരളിയല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. അല്ല, നിങ്ങൾക്ക് നിങ്ങൾ ഗോവിന്ദ മാഷോട് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഗോവിന്ദ മാഷോട് ദയവ് ചെയ്ത് നിങ്ങളൊരു ചോദ്യം ഗോവിന്ദ മാഷോട് ചോദിക്കുക. കളവ് കേസിൽ ജയിലിൽ കിടക്കുന്ന
പാർട്ടി സഹാക്കളെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു, വല്ല നടപടി എടുത്തു എന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് നേരെ ലൈംഗികമായി ഇനി അതിലും പറഞ്ഞുതരാം. അതിലും പറഞ്ഞുതരാം. ഈ വിഷയത്തിന്റെ ഗൗരവം ആദ്യത്തെ ആക്ഷേപം തന്നെ അതായിരുന്നല്ലോ. ഈ പറഞ്ഞ ആക്ഷേപം തന്നെയായിരുന്നു ആദ്യം വന്നത്. അന്നാരും കേസ് കൊടുത്തിട്ടില്ല. കേസിന് പോലും കാത്തു നിൽക്കാതെ ഞങ്ങൾ മാതൃകാപരമായ നടപടി സ്വീകരിച്ചു. കേസിന്റെ പരാതി, കേസ് കൊടുക്കാനുള്ള പരാതി വന്നപ്പോൾ അത് മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്തു. അല്ല, മുഖ്യമന്ത്രിക്കല്ല, മുഖ്യ പോലീസ് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തു. അടുത്ത കാര്യത്തെ കുറിച്ച് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, അത് ആലോചിച്ച് ചെയ്യുന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് പറഞ്ഞത്, അവിടെയാണ് പറഞ്ഞത് ഗോവിന്ദൻ മാഷല്ല എൻ്റെ മാതൃക. കളവ് കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതികളെ സംരക്ഷിക്കുന്ന CPM-ന്റെ സമീപനമല്ല കോൺഗ്രസിൻ്റേത്. കോൺഗ്രസിന്റെ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് നമുക്ക് സംവദിക്കാം. മറ്റുള്ളവർ പോയിക്കോട്ടെ, കൈരളി ചാനലുമായിട്ട് ഞാൻ സംവാദിക്കാം. മറ്റുള്ളവർ പോയിക്കോട്ടെ, ഈ ചോദ്യത്തിന് കൂടെ ഉത്തരം പറയണം. നിങ്ങളുടെ സത്യസന്ധതയിലും എല്ലാ പ്രതികളും പാർട്ടിയിൽ നിന്ന് പുറത്താണെന്നുള്ള നിങ്ങളുടെ ആത്മാർത്ഥത അംഗീകരിച്ചുകൊണ്ട് ശബരിമലയിൽ അത് സൂക്ഷിക്കാൻ താക്കോലേൽപ്പിച്ച താക്കോൽക്കാരൻ, കാവലാൾ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, പാർട്ടി നേതാവ് അത് കട്ടുവിറ്റിട്ട്, മുൻ MLA അത് കട്ടുവിറ്റിട്ട് SIT അന്വേഷിച്ച് തെളിവ് സഹിതം അദ്ദേഹത്തെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കി, കോടതി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് ജാമ്യം നിഷേധിച്ച് കിടക്കുന്നയാളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാർട്ടി സംരക്ഷിക്കുന്നതിൻ്റെ കാര്യം എന്താ? അദ്ദേഹത്തെ പിടിച്ചാൽ പാർട്ടി സസ്പെൻഡ് ചെയ്താൽ അദ്ദേഹം കാര്യം പറയും, വേറെ നേതാക്കന്മാരും വിട്ടുപോകും. അതല്ല ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും നടപടി ഉചിതമായ സമയത്ത് സ്വീകരിക്കും. അത് വളരെ ഞാനത് ഏറ്റെടുക്കുക. അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഉചിതമായ തീരുമാനം ആലോചിച്ച് സമയത്ത് പ്രഖ്യാപിക്കാൻ എടുക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അല്ലല്ല, അതിനെ എന്നെ ഇങ്ങനെ എന്താ സമയം കെളുത്താൽ നിങ്ങൾ നിശ്ചയിക്കേണ്ട. സമയം കെളുത്താൽ തൽക്കാലം KPC പ്രസിഡന്റ് ഞാനാണ്. തൽക്കാലം സമയം കെളുത്താൽ നിങ്ങളാരും നിർദ്ദേശിക്കേണ്ട. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ശബരിമല സ്വർണ്ണമുള്ള യഥാർത്ഥത്തിൽ സൈഡ് ആവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ പാർട്ടിയെ നല്ല രീതിയിൽ രാഹുൽ മാങ്കുളത്തിന്റെ കേസ് പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇനിയും നടപടിയെടുക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? അത് ഞങ്ങൾ ആലോചിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യത്തിൽ അതിൽ എന്നാ ചോദിച്ചാൽ അത് തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നില്ല. അതെ, ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ മാങ്കുട്ടം പാർട്ടിക്ക് മീതെ ഒരു കളി നടത്തി എന്ന് KPC വിശ്വസിക്കുന്നു. കാര്യം മുതിർന്ന നേതാക്കൾ ഈ വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്കറിയില്ല. അദ്ദേഹം നിയമസഭയിൽ വരുന്നു, അദ്ദേഹം പാലക്കാട് പോയി സജീവമാകുന്നു. ഇത് സ്വാഭാവികമായും പാർട്ടിക്ക് മുകളിലുള്ള ഒരു കളിയിലായിരുന്നു. നോ ആൻസർ. എന്താ പറഞ്ഞേ? ശബരിമല വിഷയത്തിൽ നേരത്തെ ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചല്ലോ, കേരളത്തിലെ ജനങ്ങളെ നടുക്കിയ, കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മോഷണം, സംഘടിത മോഷണം, ശബരിമലയിലെ കൊള്ള, ലൂട്ടിംഗ്. അതിന് ഹൈക്കോടതി എന്താ പറഞ്ഞത്? കുപ്രസിദ്ധ അന്താരാഷ്ട്ര മോഷക സംഘങ്ങളെ പോലെ വിഗ്രഹങ്ങള് ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞ ലൂട്ടിങ്ങിൽ CPM-ന്റെ നേതാവ് ജയിലിൽ കിടക്കുന്നു. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് കൈരളിക്കാരെ എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ കൃത്യോത്തരം പറയും. ഇതിനേക്കാൾ ഗൗരവം ശബരിമല, അതിനേക്കാൾ ഗൗരവം. അത് അവിടെയാണ് നിങ്ങളുടെ ചോദ്യത്തിന് ആൻസിപ്പേറ്റ് ചെയ്ത് ഞാൻ മറുപടി പറയുന്നത്. ഞങ്ങളെടുത്ത ഇല്ലില്ല, അവിടെ പറഞ്ഞുതരാം. അവിടെയും നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രതിരോധം ഇല്ല. നിങ്ങൾക്കാണ് ധാരണ പെശക്. അതാണ് ഞാൻ പറഞ്ഞ ഉറങ്ങുന്ന ആളെ വിളിച്ചു നടത്താന്ന്. ഞങ്ങളെടുത്ത നടപടികൾ, സസ്പെൻഷൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കൽ, പാർലമെന്ററി പാർട്ടിയുടെ പുറത്താക്കൽ, പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കൽ, ഇതെല്ലാം ഞങ്ങൾ സ്വീകരിച്ച മാതൃകാപരമായ നടപടിയാണ്. CPM നേതാക്കൾക്കെതിരെ, ഇനി അതും കൂടെ പറയാം,
CPM നേതാക്കന്മാർക്കെതിരെ ലൈംഗിക ആരോപണം ഉണ്ടായിരുന്നല്ലോ. പി ശശി എന്തുകൊണ്ടാ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിയത്? പി ശശി അതിലെ പരാതി എന്തായി? ആരായിരുന്നു പരാതിക്കാരെയും ചോദിക്കുക. ആ പരാതിക്കാരൻ്റെ അവസ്ഥ എന്തായി? ഗോപി കോട്ടപ്പുറക്കിൽ എന്തുകൊണ്ടാ എറണാകുളം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറിയത്? അതിലെ പരാതി എന്തായി? പരാതിക്കാരൻ ചാക്കോയെ പുറത്താക്കി. എറണാകുളത്തെ ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരൻ ചാക്കോയെ പുറത്താക്കി. കണ്ണൂരിലും പരാതിക്കാരനെ പുറത്താക്കി. മുകേഷിന്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട്. അതിനെതിരെ അതീവ ഗൗരവം ഓരോത്തിനും അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നത്. അത് ഞങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുത്തു. ഇനി കൂടുതൽ നടപടി എടുക്കുന്ന ആലോചിച്ച് ചെയ്യും. നടപടി എന്നെ സമയത്ത് എടുക്കും ഞാൻ പറഞ്ഞല്ലോ. ഞാനൊരു മുതിർന്ന ഒരു സെക്കൻഡ് നിങ്ങൾ പറയുന്നത് എനിക്ക് ആശയം മനസ്സിലായോണ്ട. നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ആശയം എനിക്ക് മനസ്സിലാവും. ഞാനൊരു കാര്യം, ഞാൻ ഒരു മുതിർന്ന നേതാവല്ല, ഞാൻ ഒരു ചെറിയ പ്രവർത്തകനാണ്. എന്നാൽ ചെറിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം അതിൻ്റെതായ കൃത്യതയോടെ വ്യക്തതയോടെ ഉത്തരവാദിത്വ ബോധത്തോടെ നിർവഹിക്കുന്നതിൽ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.